ഹായ് പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ എൻ്റെ രാജസ്ഥാൻ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ജയ്സൽമീർ കോട്ട. ജയ്സൽമീർ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടകളിലൊന്നാണ്. ഇത് രാജസ്ഥാനിലെ ജയ്സൽമീർ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട 1156 റാവൽ ജയ്സൽ എന്ന രാജാവാണ് നിർമ്മിച്ചത്. മഞ്ഞ നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ നിർമ്മിതിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ ഫോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ കോട്ടയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. രാജസ്ഥാനിലെ മറ്റു കോട്ടകളിലൊക്കെ കണ്ട പോലെ തന്നെ ഒന്നിലധികം ഗേറ്റുകൾ ഈ കോട്ടയ്ക്കുമുണ്ട്. ഇവിടെയും 4 പ്രധാനപ്പെട്ട ഗേറ്റുകൾ, കവാടങ്ങളാണ് കോട്ടയ്ക്കുള്ളത്. അഗായി പോൾ, സൂരജ് പോൾ, ഗണേഷ് പോൾ, ഹവാ പോൾ എന്നിവയാണ്. ഈ 4 ഗേറ്റുകളും കോട്ടയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുക്കൾ നേരെ അകത്ത് കയറാൻ കഴിയാതിരിക്കാൻ വളഞ്ഞ വഴിയിലൂടെ, അതായത് സിഗ്സാഗ് പാത്താണ് ഈ കോട്ടയുടെ ക്രമീകരണം. ആദ്യ കവാടമായ അഗായി ഗേറ്റ് വഴി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മഹർവാൾ അഗായി സിംഗ് എന്ന രാജാവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു. പഴയ കാലങ്ങളിൽ ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഇവിടെ സൈനികർ കാവലിരുന്നു അത്രേ. വലിയ മരവാതിലുകളും ഇരുമ്പ് കൊളുത്തുകളും ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗേറ്റിലൂടെ കടന്നാൽ ജയ്സൽമീർ കോട്ടയുടെ അകത്തുള്ള പ്രധാന വഴികളിലേക്കും മറ്റു ഗേറ്റുകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഇതാണ് 2ാമത്തെ ഗേറ്റ്. അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഈ ഗേറ്റിൻ്റെ പ്രധാനപ്പെട്ട വാതിലാണ് ഈ കാണുന്നത്. ശത്രുക്കളെ പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് ഈ ഗേറ്റ് ഉള്ളത്. അടുത്തതായി നമ്മൾ എത്തുന്നതാണ് സൂരജ് പോൾ. സൂരജ് എന്നത് സൂര്യൻ എന്നതാണ് അർത്ഥം. ഈ ഗേറ്റ് കിഴക്കോട്ടാണ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ സൂര്യപ്രകാശം ആദ്യം ഈ ഗേറ്റിൽ പതിക്കും. സൂരജ് പോൾ കടന്ന ഉടൻ വലതുവശത്ത് കാണുന്ന ഈ ഇരുമ്പ് ഗ്രിൽ കൊണ്ടടച്ച ചെറിയ മുറി സാധാരണ പഴയ കാലത്ത് കാവൽക്കാരുടെ മുറിയായിരുന്നു, അല്ലെങ്കിൽ സുരക്ഷാ മുറിയായിരുന്നു. ഇവിടെ നിന്നാണ് സൈനികർ ഗേറ്റിലൂടെ കടക്കുന്ന ആളുകളെയും ശത്രുക്കളെയും നിരീക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് അല്പം സിഗ്സാഗ് വഴി മുമ്പോട്ട് പോയാൽ നമുക്ക് അടുത്ത ഗേറ്റ് കിട്ടും. ഈ കടന്നു പോകുന്നതാണ് ഗണേഷ് പോൾ, ജയ്സൽമീർ ഫോർട്ടിലെ 3ാമത്തെ ഗേറ്റ്. ലോർഡ് ഗണേഷ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഇവിടെ ഗണേഷ് പോൾ എന്ന് അറിയപ്പെടുന്നു. പഴയകാലത്ത് രാജാക്കളും അതേപോലെ സന്ദർശകരും കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ ഗണപതിയെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഗേറ്റും ശക്തമായ കല്ലുകൾ കൊണ്ടും വലിയ മരവാതിൽ കൊണ്ടും ഉപയോഗിച്ചതാണ്. ഓരോ സ്ഥലത്തും തനത് പ്രാചീന കലാരൂപങ്ങളുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും തിരക്കാണ് ഇവിടെ കാണാനുള്ളത്. ഏറ്റവും അവസാനത്തെ ഗേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഹവാ ഗേറ്റ്. ഹവാ പോളാണ് ജയ്സൽമീറിൻ്റെ 4ാമത്തെ ഗേറ്റ്, അവസാനത്തേതും. ഹവ എന്നത് കാറ്റ് എന്നതാണ് അർത്ഥം. ഈ സ്ഥലത്തെല്ലായ്പ്പോഴും തണുത്ത കാറ്റ് വീശുന്നതിനാലാണ് ഈ ഗേറ്റ് ഹവാ പോൾ എന്ന പേര് ലഭിച്ചത്. ഈ ഗേറ്റ് കടന്നാൽ കോട്ടയുടെ പ്രധാന ഭാഗങ്ങളായ രാജമഹൽ, ക്ഷേത്രങ്ങൾ, വീടുകൾ എന്നിവയിലേക്കാണ് എത്തുന്നത്. പഴയകാലത്ത് രാജാവും രാജകുടുംബവും ഈ വഴിയിലൂടെയാണ് കോട്ടയുടെ അകത്തേക്ക് എത്തിയിട്ടുള്ളത്. ഹവാ പോൾ കടന്നാലകത്ത് ഒരു തുറന്ന സ്ഥലവും അതിനെ ചുറ്റി നിരവധി ചെറിയ കടകളും കാണാം. ഈ സ്ഥലം ജയ്സൽമീർ ഫോർട്ട് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പഴയകാലത്ത് ഇവിടെ നാട്ടുകാരും വ്യാപാരികളും വിവിധ വസ്തുക്കൾ വിൽക്കുകയുണ്ടായിരുന്നു. ഇന്നും ഇവിടെ ഹാൻഡിക്രാഫ്റ്റുകൾ, രാജസ്ഥാനി ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഓർമ്മയ്ക്കായുള്ള സുവനീറുകൾ എന്നിവ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ സാധിക്കും. കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ദിവസേന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ മാർക്കറ്റ്. സന്ദർശകർക്ക് രാജസ്ഥാനി സംസ്കാരം, കൈത്തൊഴിലുകളും അടുത്തറിയാൻ കഴിയുന്ന പ്രധാന സ്ഥലമാണ്. 1156 രജപുത്ത് ഭരണാധികാരി റാവൽ ജയ്സലാണ് ത്രികുട ഹിൽ എന്ന് അറിയപ്പെടുന്ന ഈ മലമുകളിൽ ഈ കോട്ട നിർമ്മിച്ചത്. എല്ലാം പറയുന്നത് പോലെ അറിയുന്നത് പോലെ മഞ്ഞ നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ സൂര്യപ്രകാശത്തിൽ ഇത് സ്വർണം പോലെ തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ ഫോർട്ട് എന്ന പേര് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മധ്യേഷ്യയും ബന്ധിപ്പിച്ചിരുന്ന പ്രധാന പാതകളിൽ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ജയ്സൽമീർ. ആയതിനാൽ ഈ കോട്ട വ്യാപാരത്തിനും സംരക്ഷണത്തിനും ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു.
കാലക്രമത്തിൽ നിരവധി ആക്രമണങ്ങളും യുദ്ധങ്ങളും ഈ കോട്ട നേരിട്ടിട്ടുണ്ട്. ഇന്നും പല കുടുംബങ്ങളും കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്നതിനാൽ ഇത് ലോകത്തിലെ അപൂർവമായ ലിവിംഗ് ഫോർട്ടുകൾ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. കൂടാതെ ഇത് യുനെസ്കോ പ്രഖ്യാപിച്ച ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ എന്ന പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുമാണ്. ഇതാണ് രാജാ കാ മഹൽ. ജയ്സൽമീർ ഫോർട്ടിലെ രാജാവിൻ്റെ പ്രധാന മഹലാണ്. ജയ്സൽമീർ വംശത്തിലെ രാജാക്കന്മാർ ഇവിടെ താമസിക്കുകയും രാജ്യം ഭരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെയും മനോഹരമായിട്ടുള്ള ഈ സ്വർണ്ണ നിറത്തിൽ തന്നെയാണ് കാണപ്പെടാൻ സാധിക്കുക. മഹലിൻ്റെ അകത്ത് മനോഹരമായ കൊത്തുപടികളും ബാൽക്കണികളും ജനാലുകളും കാണാം. ഇവിടെയാണ് രാജാവ് ജനങ്ങളെ കാണുകയും പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നത്. ഈ മഹൽ നിർമ്മിച്ചത് ഇതിൻ്റെ ശില്പി റാവൽ ജയ്സൽ തന്നെയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ രാജമഹൽ മാത്രമല്ല, നിരവധി പ്രധാന കെട്ടിടങ്ങളും ആകർഷണങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജൈൻ ടെമ്പിൾ ഈ കോട്ടയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനുകളിൽ ഒന്നാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കല്ലിൽ കൊത്തുപണികൾ വളരെ മനോഹരമാണ്. കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ, ചെറിയ ഹോട്ടലുകൾ, കടകളും ഇവിടെ നമുക്ക് മനോഹരമായി കാഴ്ച ഒരുക്കിയിരിക്കുകയാണ്. കോട്ടയ്ക്കുള്ളിലെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ ഇടുങ്ങിയ നാരോ സ്ട്രീറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ വഴികൾ പഴയ കാലത്ത് സുരക്ഷയ്ക്കായി ഇങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ്. അതിലൂടെ ശത്രുക്കൾക്ക് വലിയ സൈന്യത്തോടുകൂടി കടന്നു പോവാൻ സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൈത്തൊഴിൽ, അതേപോലെ തന്നെ പഴയ വീടുകൾ, കടകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന മാർക്കറ്റുകൾ എന്നിവയെല്ലാം വളരെ വളരെ മനോഹരമാണ്. ഇതുകൊണ്ട് തന്നെ ഈ കോട്ട ഒരു സാധാരണ കോട്ട മാത്രമല്ല. വീടുകൾ, ക്ഷേത്രങ്ങൾ, കടകൾ, സംസ്കാരം എന്നിവയെല്ലാം ഒരുമിച്ച് നിലകൊള്ളുന്ന ലിവിംഗ് ഫോർട്ട് എന്ന പ്രത്യേക ഒരു സ്ഥലമാണ്. ഇതിലൂടെ, ഈ നാരോ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ വളരെ വളരെ മനോഹരമാണ് എന്നതാണ്. ചുറ്റുവട്ടത്ത് ശ്രദ്ധിച്ചതിൽ ഞാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചത് ലെതർ ഐറ്റംസുകളാണ്. ഞാൻ 2-3 ബാഗുകളും അതുപോലെ ചെരുപ്പുകളുമെല്ലാം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തനത് രാജസ്ഥാനി ഡ്രസ്സുകൾ, ബെൽറ്റുകൾ, വാച്ചുകൾ, ആഭരണങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തും ഇവിടെ അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ കോട്ടയുടെ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട അട്രാക്ഷനുകളിൽ ഒന്ന് ഇന്ന് ടൂറിസ്റ്റുകൾ കരുതുന്നത് ഇവിടുത്തെ സൂര്യാസ്തമയമാണ്. അതിനു മുമ്പ് ഇതാണ് ഈ കോട്ടയിലെ ജൈൻ ടെമ്പിൾ. ജൈൻ ടെമ്പിൾ ഓഫ് ജയ്സൽമീർ എന്ന് നമുക്ക് പറയാം. കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതസ്ഥലങ്ങളിൽ ഒന്ന്. ഈ ക്ഷേത്രങ്ങൾ പ്രധാനമായും 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നിർമ്മിക്കപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ നിറത്തിലുള്ള കല്ലുകളാണ് ഇവയെ മനോഹരമാക്കുന്നത്. ക്ഷേത്രങ്ങളുടെ മതിലുകളും തൂണുകളും മേൽക്കൂരയും എല്ലാം മനോഹരമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രങ്ങൾ ജൈനമതത്തിലെ പ്രധാന തീർത്ഥാടകർക്ക് സമർപ്പിച്ചവയാണ്. പ്രത്യേകിച്ച് പ്രശവാന്ത എന്നിവർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നും ഭക്തർ സന്ദർശിക്കുകയും ഈ ക്ഷേത്രങ്ങൾ ആരാധന നടത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള ഈ സൂര്യാസ്തമയം. വളരെ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഈ സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയത്. ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ താഴത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. നമ്മുടെ താമസവും റൂമുമെല്ലാം മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജയ്സൽമീർ ഫോർട്ടിൻ്റെ മുകളിലായി നിൽക്കുമ്പോൾ സന്ധ്യാസമയം ഒരു കവിത പോലെ അനുഭവപ്പെടുന്നു. പടിഞ്ഞാറ് ദിശയിൽ സൂര്യൻ മന്ദഗതിയിൽ മറഞ്ഞു പോകുമ്പോൾ ആകാശം സ്വർണ്ണ നിറവും ഓറഞ്ച് ചുവപ്പും കലർന്ന വർണ്ണങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. ആ മൃദുവായ പ്രകാശം ജയ്സൽമീർ നഗരത്തിൻ്റെ മേൽ പതിക്കുമ്പോൾ മരുഭൂമിയും പഴയ കെട്ടിടങ്ങളും ഒരുപാട് ശാന്തമായ ഭാവം സ്വീകരിക്കുന്നതായി നമുക്ക് തോന്നും.
കാറ്റ് നിസ്സാരമായി വീശുമ്പോൾ കോട്ടയുടെ പുരാതന മതിലുകൾക്ക് ഒരു പ്രത്യേക ഭംഗി ലഭിക്കുന്നു. ദൂരെയായി പരന്നു കിടക്കുന്ന മരുഭൂമി സന്ധ്യയുടെ വെളിച്ചത്തിൽ സ്വപ്നലോകം പോലെ തോന്നും നമുക്ക്. ആകാശത്തിലെ നിറങ്ങൾ പതുക്കെ മറയുമ്പോൾ സമയം പോലും ഇവിടെ നിമിഷങ്ങളായി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഈ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ സന്ധ്യാക്കാഴ്ച യാത്രക്കാരുടെ മനസ്സിൽ ശാന്തിയും അത്ഭുതവും നിറക്കുന്നു എന്നത് സത്യമാണ്. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് ചേരുന്ന ഒരു മനോഹര നിമിഷം. ഇവിടെ എത്ര സമയം വേണമെങ്കിലും നമുക്കിരുന്നാൽ മടുപ്പ് വരില്ല എന്നതാണ് സത്യം. ഇങ്ങനെ ചരിത്രവും ശില്പ സൗന്ദര്യവും സംസ്കാരവും ഒരുമിച്ച് ചേർന്ന അതുല്യമായ സ്ഥലമാണ് ജയ്സൽമീർ ഫോർട്ട്. പുരാതന ഗേറ്റുകൾ, രാജമഹൽ, മനോഹരമായ ക്ഷേത്രങ്ങൾ, ഇടുങ്ങിയ വഴികൾ, പഴയ വീടുകൾ എന്നിവയെല്ലാം കൂടി ഈ കോട്ടയെ ഒരു ജീവിക്കുന്ന പൈതൃകമായി മാറ്റുന്നു. ഇവിടെ നിന്ന് കാണുന്ന സന്ധ്യാ സൗന്ദര്യവും ഈ സ്ഥലത്തിൻ്റെ ആകർഷണത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ യാത്ര നമ്മെ രാജസ്ഥാനിൻ്റെ സമ്പന്നമായ ചരിത്രത്തെയും പാരമ്പര്യത്തെയും അടുത്തറിയാൻ സഹായിക്കുന്നു. ഇപ്പോൾ ജയ്സൽമീർ കോട്ടയിലെ ഈ ചരിത്ര അനുഭവം ആസ്വദിച്ച് അടുത്തതായി നാം രാജസ്ഥാനിലെ മനോഹരമായ മരുഭൂമി ഗ്രാമമായ ഖുറി വില്ലേജിലേക്കാണ് യാത്ര പോകുന്നത്. അവിടെ മരുഭൂമിയുടെ പ്രകൃതി സൗന്ദര്യവും ഗ്രാമജീവിതവും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ നിന്ന അതേ റൂമിൽ നിന്ന് നാളെ ഉച്ചയോടുകൂടി ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പോകുന്നത് ആ മനോഹരമായ ഖുറി വില്ലേജിലേക്കാണ്. നിങ്ങൾ കൂടെയുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ബൈ.